الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وليحكم أهل الإنجيل بما أنزل الله فيه، ومن لم يحكم بما أنزل الله فأولئك هم الفاسقون. صدق الله مولانا العظيم. ما من وال يلي 10 فما فوق ذلك إلا جيء به يوم القيامة مغلولة يده إلى عنقه، فكه عدله أو أوبقه جوره. قال رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈ പ്രഭാതം ഖൈറുള്ളതാക്കി തരട്ടെ. നമ്മൾ ഏർപ്പെടുന്ന വിഷയങ്ങളിലൊക്കെയും വിജയം പ്രദാനം ചെയ്യട്ടെ. എല്ലാ നഷ്ടങ്ങളിൽ നിന്നൊക്കെയും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ തരുന്ന സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് സാമൂഹിക മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവർ ഓർമ്മപ്പെടുത്തുന്നത് അധികാരങ്ങളൊക്കെ അപകടങ്ങളാണ്, സൂക്ഷിക്കണം എന്നതാണ്. അധികാരങ്ങളൊക്കെ അപകടങ്ങളാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഇന്നിപ്പോ മനുഷ്യർ, നമ്മൾ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള അധികാരം ഉള്ള ആളുകളാണ്. നമ്മളൊരു കുടുംബം, കൂട്ടം എന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. സ്വാഭാവികമായും അധികാരങ്ങൾ അനിവാര്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയത് അവൻ്റെ കുടുംബത്തിൻ്റെ അധികാരമെങ്കിലും ഏറ്റെടുക്കാതെ കഴിയില്ല. ചെറുതും വലുതുമായ ഒട്ടനവധി അധികാരങ്ങൾ ഇന്ന് മനുഷ്യന്മാരുടെ ചിലരുടെയൊക്കെ കൈകളിലുണ്ട്. ഏത് അധികാരമാണെങ്കിലും ആ അധികാരത്തിൻ്റെയൊക്കെ അവസ്ഥകൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. പലതിലും അപകടം പതിയിരിക്കുന്നുണ്ട്. വേണ്ടതുപോലെ അധികാരം വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ, ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് തിരിച്ചടിക്കും എന്ന ബോധം നമുക്കുണ്ടാവണം എന്നതാണ് ബഹുമാനപ്പെട്ടവർ നൽകുന്ന ഉപദേശത്തിന്റെ പൊരുൾ. സ്വകാര്യ അധികാരങ്ങളിൽ പോലും നീതി പുലർത്താൻ കഴിയാത്ത ആളുകൾ, നീതി പുലർത്താത്ത ആളുകൾ പൊതു അധികാരങ്ങളിൽ വന്നാലുള്ള അവസ്ഥ എത്ര ഭീകരമായിരിക്കും, വലുതായിരിക്കും. ചെറിയ ചെറിയ അനിവാര്യമായ അധികാരങ്ങളിൽ പോലും വേണ്ടതുപോലെ ശ്രദ്ധയോ നീതിയോ പുലർത്താത്ത ആളുകൾ, അവരാണ് പൊതു അധികാരങ്ങളിൽ വരുന്നതെങ്കിലോ പറയേണ്ടതില്ല അതിന്റെ അപകടത്തിന്റെ ആഴവും പരപ്പും. അപ്പൊ അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്യം ബഹുമാനപ്പെട്ടവരെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മാമിൻ വാലി യലി 10 ഫമാ ഫൗഖ ദാലിക. ഒരു 10 ആള് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ആള് അവരുടെ മേലുള്ള മേൽനോട്ട അധികാരം ഏറ്റെടുക്കുന്ന ഏതൊരാളും ഇല്ലാ ജീഅ ബിഹി യൗമൽ ഖിയാമത്തി, ഖിയാമ നാളിൽ അവൻ വരും. എങ്ങനെ അറിയോ? മഗ്ദൂലത്തൻ യദുഹു ഇലാ ഉനുഖിഹി, അവന്റെ 2 കൈകളും പെരടിയിലേക്ക് ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടായിരിക്കും ഹാജരാക്കപ്പെടുക. 10ഓ 10ലധികമോ ആളുകളുടെ മേലിലുള്ള അധികാരം ഏറ്റെടുത്തവരാണ്. ഏറ്റവും മിനിമം അതാ പറയുന്നത്. 10 ആളുടെ അധികാരത്തിൽ ഏറ്റെടുത്താൽ ആ ഏറ്റെടുത്ത ആളെപ്പോലും കൈകൾ 2 പെരടിയിലേക്ക് കൂട്ടപ്പെട്ട നിലയിലാണ് അവനെ കൊണ്ടുവരപ്പെടുക. ഇനി ഈ കൂട്ടപ്പെട്ട കൈകൾ 2 അഴിക്കപ്പെട്ട സാധാ നിലയിലേക്ക് എത്തണമെങ്കിൽ ആ കെട്ടഴിക്കുന്നത് അദ്ലുഹു, അവന്റെ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ നീതി പുലർത്തുക എന്നതുണ്ടാകുമ്പോഴാണ്. അപ്പോൾ അവന്റെ കണക്ക് ലിസ്റ്റ് വായിച്ചിട്ട് അവൻ നീതിപൂർവകമായിട്ടാണ് അവന്റെ അധികാരം ഉപയോഗിച്ചത് എന്നാൽ ഈ പെരടിക്ക് കൂട്ടിക്കെട്ടിയ കയ്യിന്റെ കെട്ട് അഴിയും. അപ്പൊ സാധാ നിലയിലാവും.
ഔ അല്ലെങ്കിൽ അവൻ ഏറ്റെടുത്ത അധികാരത്തിൽ നീതിപൂർവകമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഔബഖഹു ജൗറുഹു, അവന്റെ ആ അക്രമം, അനീതി അവനെ നശിപ്പിച്ചു കളയും, അപകടത്തിൽ പെടുത്തി കളയും. എന്നാൽ ഈ കൂട്ടപ്പെട്ട കൈ പിന്നെ അഴിയൂല, അവൻ അങ്ങനെ തന്നെ അപകടത്തിൽ പെടുക ചെയ്യുക. ഇത് അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിച്ചിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഉണർത്തുന്നത് ഇതാണ് അധികാരത്തിന്റെ അവസ്ഥ. ബഹുമാനപ്പെട്ടവർ ഇത് എടുത്തുദ്ധരിച്ചിട്ട് പറയാണ്, ഇന്ന തഅറുള ലിൽ വിലായാത്തി ഫീഹി ഖത്തർ, അധികാരങ്ങളിലേക്ക് ആളുകൾ എടുത്തു ചാടുന്നത് കാണാം. എനിക്ക് വേണം എന്ന് പറഞ്ഞ് അതിലേക്ക് എടുത്തു ചാടുന്നത് കാണാം. അതിൽ അപകടമുണ്ട്. ഈ അധികാര ബാണ്ഡം ചുമലിലേറ്റുന്നത് അത് വളരെ ഭാരമേറിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുസ്ലിം, ഒരു മുസ്ലിമിന് ചേർന്ന രൂപം എന്തെന്നറിയോ? അനിവാര്യമായിട്ട് ദീന് നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിക്കുന്ന ഒരു നല്ല മുഅ്മിനാണെങ്കിൽ, അവന്റെ സ്വന്തം ശരീരം രക്ഷപ്പെടണം എന്ന അത്യാഗ്രഹമുണ്ടെങ്കിൽ, അവൻ ആഖിറത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, മിനൽ വിലായാത്തി, അധികാരങ്ങളോട് അവൻ സൂക്ഷ്മത പുലർത്തണം, അധികാരങ്ങളോട് അകലം പാലിക്കണം. പരമാവധി അധികാരം ഏൽക്കാതെ മാറി നിൽക്കണം. ദീന് കേടുവരരുത്, എനിക്ക് അപകടം ഉണ്ടാകരുത്, ആക്രമം നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം എന്ത് ചെയ്യണം? അവന്റെ സ്വഭാവം എന്താകണം? ഈ അധികാരങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് ചാടുന്നതിന് പകരം പരമാവധി അധികാരത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നിൽക്കണം. അതാണ് എനിക്ക് രക്ഷ. കാരണം അധികാരം ഏറ്റെടുത്താൽ ഉണ്ടാകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ അത് നീതിപൂർവകമായി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വളരെ അപകടകരമാണ്. അധികാരങ്ങൾ പലതരത്തിലുണ്ട്. രാജ്യ ഭരണാധികാരമാണ് മൊത്തം അധികാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യമായതും ഏറ്റവും വലുതും. രാജ്യത്തിന്റെ ഭരണാധികാരി, രാജാവ്, പ്രധാനമന്ത്രി എന്ന് തുടങ്ങുന്ന അങ്ങനെയുള്ള പോസ്റ്റുകളുണ്ട്. ആ രാജ്യ ഭരണാധികാരം അതാണ് ഏറ്റവും വലുത്. പിന്നെ വരുന്നതാണ് ഖാലിസ്ഥാൻ, ഖാലി, ഒരു ജഡ്ജ് എന്നൊക്കെ പറയുന്ന പദവി. അതിന്റെ ശേഷം വരുന്ന വളരെ മുഖ്യമായിട്ടുള്ള പദവിയാണ്. പിന്നെ വരുന്നതാണ് യതീമക്കളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടാകുക. ചിലപ്പോ പെങ്ങളെ ഭർത്താവ് മരിച്ചുപോയി, ആ പെങ്ങളെ പെങ്ങളെയും പരിരക്ഷിക്കേണ്ടത് ഈ ആങ്ങളെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ചില അധികാരങ്ങൾ വരും. യതീമക്കളുടെ കാര്യം നോക്കേണ്ടി വരും. ഇനി യതീംഖാന നടത്തുന്ന ആളുകളാണെങ്കിൽ ആ യതീമക്കളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണല്ലോ യതീംഖാന നടത്തുന്നത്. അവരൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളാണ്, ഭാരിച്ച ബാധ്യതകളാണ്. അതുപോലെ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടാകുക എന്നുള്ളതും വളരെ കീറാമുട്ടിയായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നും കേരളത്തെ വല്ലാതെ കൂടുതൽ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വഖഫിന്റെ വിഷയമാണ്. വഖഫ് സ്വത്ത് അത് അന്യാധീനപ്പെട്ടു പോകുക എന്നുള്ളത് ഏതെങ്കിലും ഒരു രക്ഷാകർത്താവിന്റെ കയ്യിലിരിക്കുമ്പോഴാണ് ഈ അന്യാധീനപ്പെടലും കയ്യേറ്റങ്ങളും നടന്നതെങ്കിൽ ആരാ ഉത്തരവാദി? അധികാരികൾ ഉത്തരവാദിയാണ്. അപ്പൊ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് വളരെ കൂടുതൽ അപകടം പിടിച്ച അധികാരങ്ങളാണ് യതീമക്കളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനും വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അധികാരങ്ങളൊക്കെ. മഹാനവറുകൾ പറയാണ് ഇതിലെല്ലാം വളരെ വലിയ അപകടങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അധികാരം കയ്യിലേക്ക് വന്നാൽ അത് വളരെ കൂടുതൽ പേടിക്കണം, സൂക്ഷിക്കണം. മൊത്തം അധികാരങ്ങളെ കുറിച്ച് തിരുനബി പഠിപ്പിച്ചൊരു ഹദീസ് കൂടി മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവ്വലുഹാ മലാമ, ഈ പൊതു ഭരണാധികാരത്തുണ്ട് ഈ അധികാരങ്ങളൊക്കെ അതിന്റെ തുടക്കത്തിൽ കുറേ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, അത് പോരാ, ഇത് പോരാ, അങ്ങനെ പോരാ, ഇങ്ങനെ പോരാ എന്നുള്ള ആക്ഷേപങ്ങളെ വസത്തുഹാനദാമ, അതിന്റെ ഒരു രണ്ടാം ഘട്ടമുണ്ട്. അത് നമുക്ക് ഖേദമായിരിക്കും. മരിക്കാൻ നേരത്തെ പിന്നെ കേൾക്കും, ഞാൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. ഇപ്പൊ കണ്ടില്ല കുറെ ജഡ്ജിമാരൊക്കെ സ്ഥാനം ഒഴിയുമ്പോൾ അവര് പിന്നെ വന്നിട്ടാണ് അവരുടെ ആത്മകഥം ചെയ്യുന്നത്. എനിക്ക് അന്ന് അങ്ങനെ നടത്താൻ കഴിഞ്ഞില്ല, ഇങ്ങനെ നടത്താൻ കഴിഞ്ഞില്ല, ഖേദം, നദാമ. വസത്തുഹാനദാമ, അതിന്റെ ഒരു മധ്യഭാഗമുണ്ട് അധികാരത്തിന്റെ, അത് ഖേദപ്രകടനമായി.
വആഖിറുഹാ അദാബു യൗമിൽ ഖിയാമ. അവസാന ഘട്ടം വരുന്നുണ്ട്. ഈ അധികാരികൾക്കൊക്കെ ഒരു അവസാന ഘട്ടം വരുന്നുണ്ട്. ആ അവസാന ഘട്ടം എന്താ? ഖിയാമ നാളിലെ ശിക്ഷയാണ്. നീതിപൂർവകമാകാത്തതിന്റെ പേരിലുള്ള ശിക്ഷയാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ? അധികാരത്തിനായി അടിപിടി, കടിപിടി, കുതികാൽവെട്ട്, കുതിരക്കച്ചവടം ഒക്കെ ഇന്ന് നടക്കുകയാണ് അധികാരത്തിന്. ചെറിയ ചെറിയ ഒരു സംഘടനയുടെ അധികാരത്തിന് വേണ്ടി, ഒരു മഹല്ല് ജമാഅത്തിന്റെ അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ അധികാരത്തിന് വേണ്ടി, അതിനും വേണ്ടി എന്തെല്ലാം ചെയ്ത് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നു. പ്രസിഡന്റ് ആകാന്, സെക്രട്ടറി ആകാന്, ട്രഷറർ ആകാന്, ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാന്, എന്തെല്ലാം കളികളാണ് കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒക്കെ നമ്മൾ മോമിനിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊന്നും അലങ്കാരമായിട്ട് നമ്മൾ കാണരുത്. ഇതൊക്കെ അപകടകരാണ് എന്ന് മനസ്സിലാക്കി അകലം പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും വേണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചില ആളുകളിലേക്ക് അധികാരം അയാൾ ആഗ്രഹിക്കാതെ ചോദിക്കാതെ എത്തിച്ചേരും. അത് റബ്ബ് കൊടുക്കുന്ന വേറൊരു പദവിയായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷണമായിരിക്കാം. രണ്ടാണെങ്കിലും അതിൽ വിജയിക്കാനുള്ള സ്റ്റഡിയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത്, എടുക്കേണ്ടത്. അപ്പൊ അതിന് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓരോ തരത്തിലുള്ള അധികാരത്തെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോകുന്നുണ്ട് മഹാനവറുകൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യുകയും ആവാം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖൈർ നൽകട്ടെ. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ നീതിപൂർവകമായി ചെയ്യാനും പ്രവർത്തിച്ച് മുന്നേറി ഭാഗ്യം കൊയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മളെ ഏൽപ്പിച്ചുപെട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും ഉൾപ്പെടെയുള്ള എല്ലാം നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട അധീനങ്ങളാണ്. അല്ലാഹു തആല അതിലൊക്കെ വേണ്ടതുപോലെ ഖൈർ ബറക്കത്തുകൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലും എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ